ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓഡി A8 ഉണ്ട്. അപ്പോൾ ഓഡി A8 ടയർ പ്രഷറിൻ്റെ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ടയർ പ്രഷർ റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ലൈറ്റും ഉണ്ട്, അതേമാതിരി തന്നെ പെട്രോളിൻ്റെ വാർണിംഗ് ലൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ ബാക്ക് പോവുക, അല്ലെങ്കിൽ മെനു പ്രസ് ചെയ്യുക. അപ്പോൾ മെനു പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇതേമാതിരി കുറേ ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി തന്നെ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫംഗ്ഷനിലേക്ക് പോകാം. നമുക്ക് പോകേണ്ടത് കാർ എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ കാർ എന്നുള്ള ഫംഗ്ഷൻ ഇതേമാതിരി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു 4 സ്വിച്ച് കണ്ടല്ലോ. ഈ 4 സ്വിച്ച് എന്ന് പറഞ്ഞാൽ കാർ സിസ്റ്റത്തിലോട്ട് പോകണമെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്യണം. അപ്പോൾ കാർ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് സർവീസ് ആൻഡ് ചെക്ക് എന്നും പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്കത് വീണ്ടും ഈ ബ്ലാക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷനിലോട്ട് പോകാം. നമുക്കിതിപ്പം പ്രസ് ചെയ്യാണ്. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാൻ പോകുന്നത്, നമുക്കിതിൻ്റെ അകത്ത് ടയർ പ്രഷർ മാത്രം റീസെറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടയർ പ്രഷർ റീസെറ്റ് ചെയ്യേണ്ടത് അതേമാതിരി തന്നെ എയർ സസ്പെൻഷൻ, വീൽ ചേഞ്ച് മോഡ്, അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് മുകളിലായിട്ട് ടയർ പ്രഷർ മോണിറ്റർ എന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ടയർ പ്രഷർ, സ്റ്റോർഡ് ടയർ പ്രഷർ, അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ലൈറ്റ് നിങ്ങൾക്ക് പോകുന്നത് കാണാം. അപ്പോൾ ഞാനിപ്പോൾ യെസ് കൊടുത്തപ്പോൾ കണ്ടല്ലോ, ടയർ പ്രഷറിൻ്റെ റീസെറ്റായി. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതേമാതിരി ടയർ പ്രഷർ വാർണിംഗ് റീസെറ്റ് ചെയ്യുന്നത്. ഇനി അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ നമുക്ക് റോഡ് ടെസ്റ്റും കൂടി ചെയ്യണം. അതേമാതിരി തന്നെ ഞാൻ ഈ വാഹനത്തിൽ ഒരു 100 dirhams പെട്രോളും കൂടി ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് എത്ര കിലോമീറ്ററാണ് നമുക്ക് ഓടാൻ സാധിക്കുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 220 കിലോമീറ്റർ ഞാൻ 100 dirhamsന് പെട്രോൾ അടിച്ചതിന് ശേഷം ആകെ ഓടിക്കാൻ സാധിക്കുന്നത് 220 കിലോമീറ്ററാണ്. കാരണം എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിൻ W12 എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായ പവറും അതേമാതിരി തന്നെ അതിൻ്റേതായ മൈലേജ് കുറവൊക്കെ ഈ വാഹനത്തിലും ഉണ്ട്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹന ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.